പത്തനംതിട്ടയിൽ കാറ് ഓട്ടോറിക്ഷയിലിടിച്ച് അപകടം. പത്തനംതിട്ട സ്വദേശി സലീനയ്ക്കും മകൾക്കും പരിക്കേറ്റു. ഓട്ടോറിക്ഷ റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. തുടർച്ചയായി കാറ് ഓട്ടോറിക്ഷയിൽ ഇടിപ്പിക്കുകയായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. സംഭവത്തിൽ പത്തനംതിട്ട സ്വദേശി ശ്യാമിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. വിവരങ്ങൾ നൽകാൻ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയ പ്രതിയെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? കൃഷ്ണപ്രിയ, ഇന്ന് രാവിലെയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. പത്തനംതിട്ടയിൽ, അതായത് മുൻവൈരാഗ്യത്തെ തുടർന്ന് കാറ് കൊണ്ട് ഓട്ടോയിൽ ഇടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയാണ് സംഭവം നടന്നിരിക്കുന്നത്. അതായത് പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള സലീന, അതോടൊപ്പം തന്നെ അവരുടെ മക്കളായിട്ടുള്ള സിജു, ഷിജു എന്നിവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോയ്ക്കിട്ടാണ് ഒരു കാറ് കൊണ്ടുവന്ന് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ശ്യാം എന്ന് പറയുന്ന വ്യക്തി ഇടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. തുടർന്ന് ഇടിച്ചതിന് ശേഷം പിന്നീട് ഈ കാറ് റിവേഴ്സ് വന്ന് വീണ്ടും ആ ഓട്ടോയെ ഇടിപ്പിച്ചുകൊണ്ടിരുന്നു. 4 വട്ടത്തോളം തുടർച്ചയായിട്ട് പിന്നീട് ഇടിക്കുകയുണ്ടായി എന്നുള്ളതാണ് അത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരടക്കം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ ഓട്ടോ ഇടിച്ചിടിച്ച് സമീപത്തെ ഒരു കുഴിയിലേക്ക് മറിച്ചിടുകയായിരുന്നു. റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് ആ ഓട്ടോറിക്ഷ മറിച്ചിടുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നാട്ടുകാരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ഓടിക്കൂടി ഈ ഓട്ടോയിലുണ്ടായിരുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കാർ ഓടിച്ചിരുന്ന ശ്യാം എന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ നാട്ടുകാർ ചേർന്ന് പിടികൂടിയിരിക്കുകയാണ്. പിടികൂടിയ പോലീസിനെ പിന്നീട് വിവരമറിയിച്ച് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കാറും ഇയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ്. തുടർന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള മുൻവൈരാഗ്യമാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ കാരണമെന്നുള്ളത് ശ്യാമു പറഞ്ഞിട്ടുണ്ട്. തൊഴിൽപരമായിട്ടുള്ള തർക്കങ്ങളാണ് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്. അതായത് ശ്യാമും അതുപോലെ തന്നെ ഈ സംഭവ സമയത്ത് പ്രതി മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിവരങ്ങളോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കൃഷ്ണപ്രിയ, നിലവിൽ അങ്ങനെയൊന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത് ഇയാളുടെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകും അല്പസമയത്തിനകം എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും. ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ തമ്മിൽ തൊഴിൽ മേഖലയിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആ തർക്കങ്ങളെ തുടർന്ന് ശ്യാമിന് ഇവരോട് വൈരാഗ്യമുണ്ടായി. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം ചെയ്തത്, അപകടം സംഭവിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇയാളെ പിടികൂടുവാനായിട്ട് പോലീസിന് സാധിച്ചത്. നാട്ടുകാർ തന്നെ ഇയാളെ പിടികൂടി പോലീസ് കസ്റ്റഡിയിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ കാറും നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അപകടം പറ്റിയിട്ടുള്ള ഓട്ടോയിലുണ്ടായിരുന്ന ആളുകളെ കൂടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും അതിനുശേഷമായിരിക്കും കേസിൻ്റെ തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ടാവുക. ശരി ഗോകുൽ.